പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജനനത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കാം. ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ഭക്തിയില്ലാത്തവർക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. ഓരോ മരിയൻ തിരുനാളുകളും പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് തിരിച്ചറിയാനും അമ്മയോട് ചേർന്നുള്ള എൻ്റെ തീർത്ഥാടനത്തെപ്പറ്റി ബോധ്യമുണ്ടാക്കാനും തിരുസഭ നമുക്ക് നൽകുന്ന വലിയ അവസരങ്ങളാണ്. സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പിറവി നാം ആഘോഷിക്കുന്നു. നീണ്ട വർഷങ്ങൾ മാതാപിതാക്കന്മാർ ജോവാക്കീമും അന്നായും നെടുവീർപ്പോടെ കാത്തിരിക്കുകയും നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേകമായ അനുഗ്രഹമാണ് പരിശുദ്ധ മറിയം. ദൈവനിശ്ചയം പോലെ ഈ പൊൻകുഞ്ഞ് ദേവാലയത്തിലാണ് വളർന്നു വന്നത് എന്നും നമുക്കറിയാം. ഇന്നേ ദിനം പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവനിശ്ചയം പോലെ ഞാനും നിങ്ങളും പിറക്കാൻ ദൈവം ദൂത് കൊടുത്തവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. നിദ്ര പ്രാപിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമൊക്കെയായ അവരിലെ ജീവനാണ്, രക്തമാണ്, മാംസമാണ് നമ്മൾ. അവരോടൊപ്പം നമ്മിലേക്ക് വന്ന പാരമ്പര്യ ഘടകങ്ങൾ, നമ്മുടെ ആകൃതി, നിറം, മനോഭാവം, പെരുമാറ്റ രീതികൾ, സംസാര ശൈലി, മൂല്യങ്ങൾ, വിശ്വാസം, അങ്ങനെ എല്ലാം മാതാപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ച സുകൃതങ്ങളാണ്. ദൈവമേ, എത്ര സ്നേഹത്തോടും കരുതലോടും കൂടെയാണ് കുറവ് കൂടാതെ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങ് തന്ന ജീവനെ സ്വീകരിച്ച് വളർത്തി പരിപാലിച്ച് വലുതാക്കാൻ മാതാപിതാക്കൾ എടുത്ത ദിവ്യമായ തീരുമാനവും കഷ്ടപ്പാടുകളുമാണ് ഞങ്ങളുടെ വളർച്ചയിലെ ഏറ്റവും അടിസ്ഥാന ഘടകം. ബാല്യകൗമാരങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ചു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ, യൗവനത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിന് വേണ്ടി എന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ മനസ്സിന് ധൈര്യം തന്നത് പരിശുദ്ധാത്മാവല്ലാതെ ആരാണ്? നമ്മുടെ കുടുംബവും മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും അവരുടെ കൂടെയായിരുന്ന നമ്മെ ദൈവത്തിന് കൊടുത്തത് വലിയ വേദനയോടും ഭയത്തോടും ആദരവോടും കൂടെയായിരുന്നില്ലേ? ദൈവത്തിൻ്റെ, ഈശോയുടെ കൂട്ടുകാരിയും മണവാട്ടിയുമൊക്കെയാകാൻ അവരിൽ നിന്ന് ഒരാളെ കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. മാതാപിതാക്കന്മാർ പറഞ്ഞതും നമുക്ക് കേട്ടിട്ടില്ലേ? ഇതിനു വേണ്ട യോഗ്യതയൊക്കെ നമുക്കുണ്ടോ ആവോ? മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും മക്കളിൽ ഒന്നാമത്തെ അവകാശം ദൈവത്തിന് മാത്രമാണെന്നും അറിയാമായിരുന്ന മാതാപിതാക്കൾ നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വരത്തിന് കാതോർക്കാനും ജീവിക്കാനുമായി വിട്ടുകൊടുത്തു. വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയം നമ്മുടെ വെളി ജീവിതത്തിലെ വളർച്ചയെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ ദൈവഹിതം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വളർന്നു വന്നത്. നാം ആയിരിക്കുന്ന സന്യാസ ഇടങ്ങളിൽ നമ്മുടെ ദൈവഹിതം തിരിച്ചറിയാനും
പൂർത്തിയാക്കാനും അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് എത്രമാത്രം സാധിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിപ്പുറപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിനത്തിലെയും 24 മണിക്കൂറുകളിൽ അവിടത്തേക്ക് വേണ്ടി മാത്രം നാം കൊടുത്ത സമയത്തിൻ്റെ കണക്കിനെ പറ്റി നമുക്ക് ബോധ്യമുണ്ടോ? മാതാവിനെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മകൾക്ക് നമ്മുടെ ജനനത്തോളം പഴക്കമുണ്ടല്ലേ. വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ മാധുര്യമുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്കാം. പവിത്രമായ ആ ഓർമ്മ നമ്മിൽ സജീവമാക്കാം. അമ്മയോടൊപ്പമിരുന്ന് നമ്മെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി ഈശോയുടെ തിരുഹൃദയത്തിൽ കൊടുത്തവരുടെ ആഗ്രഹപൂർത്തീകരണം ഇരു കരങ്ങളും നീട്ടി നമ്മെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിന് ധന്യനായ കദളിക്കാട്ടിൽ മത്തായി അച്ഛന് അതിലുപരി ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മിലുണ്ടായിരുന്ന വിശ്വാസവും പ്രത്യാശയും പൂർത്തിയാക്കുന്നതാണോ നമ്മുടെ ജീവിത വഴികൾ എന്ന് നമുക്ക് ധ്യാനിക്കാം. പേരിനെ അർത്ഥവത്താക്കുന്ന ജീവിതത്തിനായി ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പ്രത്യാശയുടെ പ്രകാശപാതയിൽ പരിശുദ്ധയമ്മേ, അമ്മ എൻ്റെ കൈപിടിച്ച് എന്നെയും നടത്തണമേ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധയമ്മയും വിശുദ്ധ ജപമാലയുമൊക്കെ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു. അവയെ കൂട്ടുപിടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനാകുമോ? ഈശോ, അങ്ങയോട് കൂടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യങ്ങൾ നൽകണമേ.